ഈ ഒരു പ്രോഗ്രാമിന്റെ പേര് കോയിൻഫോർജ് എന്നാണ്. ഓക്കെ, നമ്മുടെ പ്രോഗ്രാമിന്റെ പേര് കോയിൻഫോർജ് എന്നാണ് നമ്മുടെ പ്രോഗ്രാമിന്റെ പേര് വരുന്നത്. ഇവിടെ നമ്മൾക്ക് വരുന്നത് അൺലിമിറ്റഡ് ആയിട്ട് USDT ഏൺ ചെയ്യാൻ പറ്റുന്ന പ്ലാറ്റ്ഫോമാണ്. അൺലിമിറ്റഡ് ആയിട്ട് USDT ഏൺ ചെയ്യാൻ പറ്റുന്ന പ്ലാറ്റ്ഫോം. എന്താണ് USDT എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വേൾഡിൽ രണ്ടാമത്തെ റാങ്കിൽ നിൽക്കുന്നതാണ് പോളിഗൺ USDT. ഈ പോളിഗൺ USDT എല്ലാ രാജ്യത്തും ഒരുപോലെ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുന്ന ഒരു എലമെന്റ് ആണ്. അതായത് ഞങ്ങളുടെ നാട്ടിലെ രൂപ, അതേപോലെ ദുബായ് ചെന്ന് ദുബായിലെ ആ നോട്ടുകൾ, അപ്പൊ അതേപോലെ എല്ലാ രാജ്യത്തും ഒരുപോലെ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുന്നതാണ് പോളിഗൺ USDT. ആ USDT വെച്ചിട്ടാണ് ഈ ഒരു പ്രോഗ്രാം ഞങ്ങൾ ചെയ്യുന്നത്. അൺലിമിറ്റഡ് ആയിട്ട് USDT ഞങ്ങൾക്ക് ഏൺ ചെയ്യാൻ പറ്റും. ഒരു USDTന്റെ റേറ്റ് എന്ന് പറയുന്നത് 92, 93 എന്ന നിലയിലാണ് ആ USDTന്റെ റേറ്റ് ഉണ്ടാകാൻ. ഒരിക്കലും സ്റ്റേബിൾ കോയിൻ അല്ല, അത് റേറ്റ് 1, 2, 3 രൂപ മാറിക്കൊണ്ടേ നിൽക്കും. ഓക്കെ, മനസ്സിലാകുന്നുണ്ടോ? ഹലോ, ഞാൻ പറയുന്നത് ഓക്കെ. പിന്നെ ഈ ഒരു പ്രോഗ്രാമിന്റെ സെക്യൂരിറ്റിയെ കുറിച്ചാണ് ഞാൻ സംസാരിക്കാൻ പോകുന്നത്. ഈ ഒരു പ്രോഗ്രാം കംപ്ലീറ്റ്ലി ഡീസെൻട്രലൈസേഷൻ കൺസെപ്റ്റ് ആണ്. അതായത് ഈ ഒരു പ്രോഗ്രാമിൽ ഞങ്ങൾ ആദ്യം നോട്ട് ചെയ്യേണ്ടത് ഒരു 4 പോയിന്റുകളാണ്. ഒന്ന്, ഈ പ്രോഗ്രാം USDT വെച്ചിട്ട് ഞങ്ങൾ ട്രാൻസ്ഫർ ചെയ്യുന്നത്. രണ്ടാമത്, ഈ ഒരു പ്രോഗ്രാമിന്റെ സെക്യൂരിറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഡീസെൻട്രലൈസേഷൻ പ്രോഗ്രാമാണ്. എന്താണ് ഡീസെൻട്രലൈസേഷൻ അറിയുന്നതിന് മുന്നേ ഞങ്ങൾ സെൻട്രലൈസ്ഡ് എന്താണെന്ന് മനസ്സിലാക്കണം. സെൻട്രലൈസ്ഡ് എന്ന് പറയുമ്പോൾ ഒരു കമ്പനി ഉണ്ടാവും, ഒരു ഓണർ ഉണ്ടാവും, ഒരു അതോറിറ്റി ഉണ്ടാവും, അതിനെ കൺട്രോൾ ചെയ്യാനും നിയമിക്കാനും ആൾക്കാരുണ്ടാവും. അതാണ് സെൻട്രലൈസ്ഡ് സിസ്റ്റം. അതായത് എക്സാമ്പിൾ, ഞങ്ങളൊരു ഷോപ്പിൽ ജോലിക്ക് നിന്നു. ഒരു ടെക്സ്റ്റൈൽസിൽ ജോലിക്ക് നിന്ന സമയത്ത് ചിലപ്പോൾ ഒരു 28 ദിവസം ഞങ്ങൾ ജോലി എടുത്തു. 29ാമത്തെ ദിവസം ഞങ്ങളെ 29ാമത്തെ ദിവസം വരെയുള്ള കംപ്ലീറ്റ് സാലറി തന്നിട്ട് അടുത്ത മാസം മുതൽ 1-ാം തീയതി മുതൽ നീ ഇവിടെ വരണ്ട എന്ന് പറയാനുള്ള അധികാരം ആർക്കുണ്ട്? ആ ടെക്സ്റ്റൈൽസിന്റെ ഓണർക്ക് ഉണ്ട്. അവിടെ ഒരു കമ്പനി ഉണ്ട്, ഒരു ഓണർ ഉണ്ട്, ഒരു അതോറിറ്റി ഉണ്ട്, അതിനെ കൺട്രോൾ ചെയ്യാൻ ആൾക്കാരുണ്ട്. അത് സ്കൂളുകളായിട്ട് അങ്ങനെ തന്നെയാണ്. അതായത് അവിടുത്തെ ഒരു ടീച്ചേഴ്സിന് അവിടെ ജോലി എടുക്കണോ, അതായത് ജോലി എടുക്കാൻ പറ്റുമോ എന്നുള്ളത് അവിടുത്തെ ഹെഡ് മാസ്റ്റർ ആണ് തീരുമാനിക്കേണ്ടത്. അപ്പൊ സെൻട്രലൈസ്ഡ് എന്ന് പറയുമ്പോൾ നാട്ടിൽ ഒട്ടുമിക്ക പണിയാട്ടെ, ഇനിയിപ്പോ ഒരു കൂലിപ്പണിയാണെങ്കിൽ, ഒരു പെയിന്റിങ് നടത്തുന്ന ഒരാളാണെങ്കിൽ കൂടി ഒരാളെ താഴത്ത് വർക്ക് എടുക്കുന്നതാണെങ്കിൽ ഈ നാളെ എന്റെ കൂടെ വർക്കിന് വരേണ്ട എനിക്ക് വേറൊരാളുണ്ട് എന്ന് പറയാൻ അവർക്ക് പറ്റും. അതാണ് നാട്ടിലുണ്ടാകുന്ന ട്രഡീഷണൽ മേഖലയിൽ കംപ്ലീറ്റ്ലി സെൻട്രലൈസ്ഡ് പ്രോഗ്രാം. ഞങ്ങളെ ഇല്ലാണ്ടാക്കാനും ഞങ്ങളോട് വരണ്ട എന്ന് പറയാനും ആ ജോലി ഇല്ലാണ്ടാക്കാനും അവർക്ക് പറ്റും. പക്ഷേ ഡീസെൻട്രലൈസേഷൻ എന്ന് പറയുന്ന സമയത്ത് ഒരു കമ്പനീന്റെ താഴത്തോ ഒരു ഓണറെ താഴത്തോ അല്ല ഞങ്ങൾ വർക്ക് ചെയ്യുന്നത്. ഇതിന്റെ കൺട്രോൾ ഇരിക്കുന്ന കംപ്ലീറ്റ്ലി ഞങ്ങളെ കയ്യിൽ മാത്രം. അതായത് ഡീസെൻട്രലൈസേഷൻ എന്ന് പറയുമ്പോൾ ഒരു കമ്പനീന്റെ താഴത്തോ ഒരു ഓണറെ താഴത്തോ അല്ല, ഇതിന്റെ കൺട്രോൾ ഇരിക്കുന്ന കംപ്ലീറ്റ്ലി ഞങ്ങളെ കയ്യിലേക്ക് മാത്രം. ഇത് എങ്ങനെ ചെയ്യണം ചെയ്യേണ്ടെന്ന് തീരുമാനിക്കണം ഞങ്ങൾ മാത്രം. ചെയ്യണമെങ്കിൽ ചെയ്യാം, ചെയ്യണ്ടെങ്കിൽ ചെയ്യാം, ഇത് ചെയ്യാതിരിക്കാം. ഇത് എത്ര ഞങ്ങൾ ഇത് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു മാസം കണ്ടിന്യൂ ചെയ്യണം അങ്ങനെയൊന്നുമില്ല. നിങ്ങൾക്ക് ആവശ്യമുള്ള സമയത്ത് ചെയ്യാം. അതൊക്കെ നിങ്ങളുടെ ചോയ്സ് ആണ്. ഇതിന് രണ്ടാമതൊരാളോ മൂന്നാമതൊരാളോ ചോദിക്കാനോ പറയാൻ ഇതിൽ ഉണ്ടാവില്ല. നിങ്ങളെ ഓൺ ബിസിനസ് ആണ്. ഓക്കെ, ക്ലിയർ? പിന്നെ ഒരു പ്രോഗ്രാം സ്മാർട്ട് കോൺട്രാക്ട് പ്രോഗ്രാമാണ്. എന്താണ് സ്മാർട്ട് കോൺട്രാക്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു തേർഡ് പാർട്ടിയുടെ സഹായം ഇല്ലാണ്ട് സ്വയം എക്സിക്യൂട്ടീവ് ചെയ്യുന്ന ഡിജിറ്റൽ കരാറിനെയാണ് സ്മാർട്ട് കോൺട്രാക്ട് എന്ന് പറയുന്നത്. അതായത് ഇവിടെ ഒരു തേർഡ് പാർട്ടി ഇൻവോൾവ്മെന്റ് ഇവിടെ ഇല്ല. ഇപ്പോ പണ്ടാണെങ്കിൽ ഞങ്ങളൊക്കെ ഒരു ആധാരം എഴുതുന്ന സമയത്ത് അവിടെ എന്തുണ്ട്? ഒരു തേർഡ് പാർട്ടി ഉണ്ട്. ഒന്നാം ആധാരകർത്താവ്, രണ്ടാം ആധാരകർത്താവ്, സാക്ഷികള്, മുദ്രപേപ്പർ, അങ്ങനെ ഒരുപാട് കണ്ടീഷണൽ അവിടെ ഉണ്ട്. അതാണ് തേർഡ് പാർട്ടി സിസ്റ്റം. ഇപ്പൊ നമ്മൾ വീടിന്റെ സർവേ മുതൽ ഡിജിറ്റലിലേക്ക് മാറിക്കേനി തേർഡ് പാർട്ടി ഇല്ലാണ്ട് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ തുടങ്ങി. ഇപ്പൊ ഞങ്ങൾ മനസ്സിലാക്കേണ്ടത്, പണ്ട് ഞങ്ങൾ ഒരു കത്തൊക്കെ പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് അവിടെ തേർഡ് പാർട്ടി അല്ലെ, തപാല് വഴി ഞങ്ങൾ ആ ഒരു കത്ത് പോസ്റ്റ് ചെയ്തു. അതിനുശേഷം അവിടെ എന്തുണ്ട്? ആ പോസ്റ്റുമായി ഞങ്ങളിലേക്ക് ആ കത്ത് കൊണ്ടുതരുന്നുണ്ട്. അവിടെ ഒരു തേർഡ് പാർട്ടി ഉണ്ട്. ഒരു മൂന്നാമത് ഒരു വ്യക്തിന്റെ കൈകടത്തലുകൾ അവിടെ വരുന്നുണ്ട്. അതാണ് തേർഡ് പാർട്ടി. പക്ഷെ ഇവിടെ എന്തില്ല? സ്മാർട്ട് കോൺട്രാക്ട് പ്രോഗ്രാം എന്ന് പറയുമ്പോൾ ഒരു തേർഡ് പാർട്ടിയുടെ ഇൻവോൾവ്മെന്റ് ഇല്ലാണ്ട് നിങ്ങൾ രണ്ട് വ്യക്തികളും തമ്മിലുള്ള ഒരു കരാറ്. അതാണ് ഇവിടെ സ്മാർട്ട് കോൺട്രാക്ട് എന്ന് പറയുന്നത്. ആ സ്മാർട്ട് കോൺട്രാക്റ്റിലൂടെ ഏൺ ചെയ്യാൻ പറ്റുന്ന ഒരു രൂപ പോലും നഷ്ടപ്പെടാത്ത സ്മാർട്ട് കോൺട്രാക്ട് വഴി അൺലിമിറ്റഡ് ആയിട്ട് USDT ഏൺ ചെയ്യാനും ഞങ്ങളെ വീട്ടിലെ പ്രശ്നങ്ങളും പ്രാരാബ്ദങ്ങളും, ഒരു വീടാണോ ലക്ഷ്യം, ഞങ്ങൾക്ക് എന്താണോ ലൈഫിൽ നേടിയെടുക്കാനുള്ളത്, അത് കംപ്ലീറ്റ്ലി നേടിയെടുക്കാൻ പറ്റുന്ന ഒരു രൂപ നഷ്ട സാധ്യത ഇല്ലാത്ത ഒരു പ്രോഗ്രാമാണ്. ഓക്കെ, ക്ലിയർ? പിന്നെ ഒരു പ്രോഗ്രാമാണ് Web3 പ്രൊജക്ട്.
വെബ്3 എന്ന് പറയുമ്പോൾ ഇന്റർനെറ്റിന്റെ ലേറ്റസ്റ്റ് വേർഷൻ ആണ് വെബ്3 എന്ന് പറയുന്ന സമയത്ത് ഞങ്ങൾ മനസ്സിലാക്കേണ്ടത് വെബ്3 എന്ന് പറയുന്ന സമയത്ത് ഞങ്ങൾ വെബ് 1 ഞങ്ങൾ മനസ്സിലാക്കാം. വെബ് 1 എന്ന് ചോദിക്കുന്ന സമയത്ത് പണ്ടത്തെ കാലഘട്ടം, അതായത് പണ്ട് നടക്കുന്ന കാലഘട്ടമാണ് വെബ് 1 എന്ന് പറയുന്നത്. അവിടെ ഇന്റർനെറ്റ് ഇല്ലാത്തൊരു കാലഘട്ടം ഉണ്ടായിട്ടുണ്ട് പണ്ടത്തെ കാലഘട്ടം. അതായത് പണ്ട് കത്ത് എഴുതി അയക്കാം, ടെലിഗ്രാം അയക്കാം, മെയിലുകൾ അയക്കാം, ഇന്റർനെറ്റും ഒന്നും ഇല്ലാത്തൊരു കാലഘട്ടം വെബ് 1. അത് ഞങ്ങൾക്ക് അറിയത്തില്ല. ഞങ്ങൾ ഏകദേശം 10 വയസ്സിൽ പോലും എന്താണ് ഏകദേശം കാര്യങ്ങളൊക്കെ ടെക്നോളജി വളർന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ വെബ് 2 വന്ന സമയത്ത് ടെക്നോളജിയിലൂടെ ലോകം വളർന്നു. അതായത് അവിടെ ഫേസ്ബുക്ക്, വാട്സപ്പ്, ഇൻസ്റ്റാഗ്രാം, ബാങ്ക് അക്കൗണ്ട്, ഗൂഗിൾ പേ കംപ്ലീറ്റ്ലി ആപ്ലിക്കേഷൻ അവിടെ അവൈലബിൾ ആയി. പക്ഷെ ഈ ഒരു വെബ് 2 ഉണ്ടാകുന്ന മിസ്റ്റേക്ക് എന്താണ് ചോദിച്ചു കഴിഞ്ഞാൽ ഒക്കെ ഹാക്ക് ചെയ്യാൻ പറ്റും. വെബ് 2 എന്ന് പറയുന്ന സമയത്ത് സെക്യൂരിറ്റി ഇല്ലാത്ത സിസ്റ്റം ആണ്. ഫേസ്ബുക്ക് ആകട്ടെ, ഇൻസ്റ്റാഗ്രാം ആകട്ടെ, വാട്സപ്പ് ആകട്ടെ, ബാങ്ക് അക്കൗണ്ട് ആകട്ടെ, ഗൂഗിൾ പേ ആകട്ടെ, എല്ലാ സിസ്റ്റങ്ങളും സെക്യൂരിറ്റി ഇല്ലാത്ത സിസ്റ്റങ്ങളായതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഞങ്ങൾക്ക് ഹാക്ക് ചെയ്യാൻ പറ്റും. പക്ഷെ വെബ് 3 എന്ന് പറയുന്ന സമയത്ത് അവിടെ ഹാക്കിംഗ് പോസിബിൾ അല്ല. എന്താണ് കാരണം? വെബ് 3 സ്മാർട്ട് കോൺട്രാക്ട്, ഡീസെൻട്രലൈസേഷൻ, അതുപോലെ ബ്ലോക്ക് ചെയിൻ ടെക്നോളജി ഒക്കെ വരുന്ന വെബ് 3. എന്താണ് ബ്ലോക്ക് ചെയിൻ ടെക്നോളജി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ അത് പറഞ്ഞുതരാം. ബ്ലോക്ക് ചെയിൻ ടെക്നോളജി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പബ്ലിക് ബ്ലോക്ക് ചെയിൻ എന്ന് പറയുമ്പോൾ പബ്ലിക് ബ്ലോക്ക് ചെയിനിൽ റൺ ചെയ്യുന്ന ഒരു പ്രോഗ്രാമിനെ പോലും ഒരാൾക്കും എഡിറ്റ് ചെയ്യാനോ ഡിലീറ്റ് ചെയ്യാനോ ഹാക്ക് ചെയ്യപ്പെടാനോ പറ്റാത്ത ഒരു സിസ്റ്റമാണ് പബ്ലിക് ബ്ലോക്ക് ചെയിൻ. ഇന്റർനെറ്റിന്റെ ലേറ്റസ്റ്റ് വേർഷൻ ആണ്. അതായത് ലക്ഷക്കണക്കിന് ഡിവൈസുകൾ കണക്ട് ചെയ്തിട്ടുള്ള ഒരു സിസ്റ്റമാണ് പബ്ലിക് ബ്ലോക്ക് ചെയിൻ. ഈ ഒരു പബ്ലിക് ബ്ലോക്ക് ചെയിനിൽ ഒരു പ്രോഗ്രാം ഇംപ്ലിമെന്റ് ചെയ്ത് കഴിഞ്ഞാൽ ലക്ഷക്കണക്കിന് ഡിവൈസുകളായിട്ട് അത് കണക്ട് ചെയ്തിട്ടുണ്ടാവും. ദുബായ് മെട്രോ പ്രവർത്തിക്കുന്ന പബ്ലിക് ബ്ലോക്ക് ചെയിനിലാണ്. അഹമ്മദാബാദ് പോലീസ് സ്റ്റേഷൻ പ്രവർത്തിക്കുന്ന പബ്ലിക് ബ്ലോക്ക് ചെയിനിലാണ്. കേരളത്തിൽ ഒട്ടുമിക്ക പോലീസ് സ്റ്റേഷനുകളും പ്രവർത്തിക്കുന്ന പബ്ലിക് ബ്ലോക്ക് ചെയിനിലാണ്. എന്താണ് കാരണം? പോലീസ് സ്റ്റേഷനിൽ പോലും ഒരു FIR രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ അതിന് ഒരാൾക്ക് പോലും തിരുത്തൽ ഉണ്ടാക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ പൈസയുള്ള ആൾക്കാരാണെങ്കിൽ അതിന് കൈക്കൂലി കൊടുത്തു കഴിഞ്ഞാൽ ഒരു 10-15 ലക്ഷം രൂപയ്ക്ക് മുടക്കി കഴിഞ്ഞാൽ ഒരു കൊലപാതക കേസ് നമുക്ക് ഇല്ലാണ്ടാക്കാൻ പുഷ്പം പോലെ പറ്റും, അല്ലെ? ഹാൻഡിലുള്ളവർക്ക് അതൊക്കെ പറ്റും. പക്ഷേ ബ്ലോക്ക് ചെയിനിലാണ് ആ ഒരു FIR രജിസ്റ്റർ ചെയ്തിനെങ്കിൽ, അതായത് പബ്ലിക് ബ്ലോക്ക് ചെയിനിലാണ് FIR രജിസ്റ്റർ ചെയ്തതിന് കഴിഞ്ഞില്ലെങ്കിൽ അവിടെ ഒരാൾക്കും ഇതിനൊന്നും ചെയ്യാൻ പറ്റില്ല. കാരണം ആ ഒരു പോലീസ് സ്റ്റേഷനിൽ ഇത് രജിസ്റ്റർ ചെയ്യുന്നതിന്റെ കൂടെ തന്നെ എത്രയൊക്കെ സ്റ്റേഷനുകൾ ഇതിനൊക്കെ സിസ്റ്റങ്ങൾ ഉണ്ടോ ആ സിസ്റ്റങ്ങളിലൊക്കെ ഇത് എന്തായിട്ടുണ്ടാവും, എല്ലാ സ്ഥലത്തും ഇത് ഒരുപോലെ വിസിബിൾ ആയിട്ട് കാണാൻ പറ്റും. ഓക്കെ, അതാണ് പബ്ലിക് ബ്ലോക്ക് ചെയിന്റെ പ്രത്യേകത. ഇനി വരാൻ പോകുന്നത് നാട്ടിൽ നമ്മളെ വോട്ടിംഗ് സിസ്റ്റം ആണ്. വോട്ടിംഗ് സിസ്റ്റം എന്തുകൊണ്ടാണ് പബ്ലിക് ബ്ലോക്ക് ചെയിനിൽ ഇംപ്ലിമെന്റ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാൾക്ക് കള്ളവോട്ട് ഇടാൻ പറ്റത്തില്ല. അതായത് രണ്ടാമത് അതിനെ പറ്റത്തില്ല. ഒരു പ്രാവശ്യം ആ ഒരു ബ്ലോക്ക് ചെയിൻ ഇംപ്ലിമെന്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് മൊത്തത്തിൽ അത് കാണാൻ പറ്റും. ഏതൊരാൾക്കും പബ്ലിക് ബ്ലോക്ക് ചെയിൻ എന്ന് പറയുമ്പോൾ ഞങ്ങൾ ചെയ്ത സിസ്റ്റങ്ങൾ ഏതൊരാൾക്കും കാണാൻ പറ്റും. ആ ഒരു പബ്ലിക് ബ്ലോക്ക് ചെയിനിൽ എഡിറ്റ് ചെയ്യാനും ഡിലീറ്റ് ചെയ്യാനും ഹാക്ക് ചെയ്യപ്പെടാനും ഒരു മാനിപ്പുലേഷൻ, അതായത് എക്സാമ്പിൾ ഒരു തിരുത്തലുകൾ ഉണ്ടാക്കാനും പറ്റാത്ത ഹൈ സെക്യൂരിറ്റി കൂടിയുള്ള ഇന്ന് ഇന്റർനെറ്റിന്റെ ലേറ്റസ്റ്റ് വേർഷൻ ആയിട്ടുള്ള പബ്ലിക് ബ്ലോക്ക് ചെയിനിലാണ് ഞങ്ങളുടെ പ്രോഗ്രാം റൺ ചെയ്യുന്നത്. ഇതാണ് ഇതിന്റെ ഹൈ സെക്യൂരിറ്റി, നമ്പർ 1 സെക്യൂരിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ? ഇനി ഞങ്ങൾ നെക്സ്റ്റ് ഇതിൽ എന്താണ് ചെയ്യുന്നത്? ഇപ്പൊ ഇതിൽ ഞാൻ ഡീറ്റെയിൽ ഇതിന് സ്ലൈഡിലുണ്ട്. 100% ഡീസെൻട്രലൈസേഷൻ ആയിട്ടുള്ള സ്മാർട്ട് കോൺട്രാക്ട് പ്രോഗ്രാം. അതായത് 100% ഒരു തേർഡ് പാർട്ടിയോ കാര്യമോ ഇല്ലാണ്ട് ഞങ്ങളെ സ്വന്തം ബിസിനസ് ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന പ്രോഗ്രാം. പിന്നെ ബ്ലോക്ക് ചെയിൻ, പബ്ലിക് ബ്ലോക്ക് ചെയിനിൽ റൺ ചെയ്യുന്ന ഒരു പ്രോഗ്രാം. പിന്നെ ഇതിന്റെ വെബ് 3 പ്രൊജക്ട്, അതായത് വെബ് 3 എന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. അതായത് വെബ് 1 കാലഘട്ടം പറഞ്ഞു, വെബ് 2 കാലഘട്ടം പറഞ്ഞു. വെബ് 3 എന്ന് പറയുമ്പോൾ വെബ് 3 ബ്ലോക്ക് ചെയിൻ, സ്മാർട്ട് കോൺട്രാക്ട്, ഡീസെൻട്രലൈസേഷൻ ഒക്കെ വരുന്ന വെബ് 3. അപ്പൊ ആ ഒരു വെബ് 3 പ്രൊജക്ടിനെ ഒരാൾക്ക് പോലും മാനിപ്പുലേഷൻ നടത്താൻ പറ്റത്തില്ല. പിന്നെ ഇവിടെ ഞങ്ങൾക്ക് ഏൺ ചെയ്യാൻ പറ്റുന്നത് അൺലിമിറ്റഡ് ആയിട്ട് USDT ഏൺ ചെയ്യാൻ പറ്റും. അതായത് ഏൺലി USDT അൺലിമിറ്റഡ് ആയി ഇവിടെ നമുക്ക് USDT ഏൺ ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോം. പിന്നെ ഇവിടെ നിങ്ങൾക്ക് ആക്റ്റീവായിട്ട് ഇൻകങ്ങളും കിട്ടും, പാസീവായിട്ട് ഇൻകങ്ങളും കിട്ടും. നിങ്ങൾ വർക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഇവിടെ വരുമാനങ്ങൾ ഉണ്ട്. നിങ്ങൾ വർക്ക് ഒന്നും ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ വരുമാനങ്ങൾ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോമാണ്. വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ 1000 അല്ല 10,000% നിങ്ങൾക്ക് വരുമാനങ്ങൾ ഉണ്ടാക്കാൻ പറ്റും. ഇനി വർക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ചെറിയ രീതിയിലെങ്കിലും ഈ ഒരു പാസീവിങ് നിങ്ങൾക്ക് ഏൺ ചെയ്യാൻ പറ്റും. പിന്നെ ഇവിടെ വരുന്നതാണ് നോൺ സ്റ്റോപ്പ് ഗ്ലോബൽ ഷെയർ. എന്താണ് ഗ്ലോബൽ ഷെയർ? ഞാൻ നെക്സ്റ്റ്
നെക്സ്റ്റ് സ്ലൈഡിൽ കാണിച്ചു തരാം. ഓക്കെ, പിന്നെ Web3 വാലറ്റ് ആണ് ഞങ്ങൾ ഉപയോഗിക്കുന്നത്. ഒരു ടോക്കൺ പോക്കറ്റ്, മെറ്റാമാസ്ക്, അതേപോലെ ട്രസ്റ്റ് വാലറ്റ് എന്ന് പറയുന്ന ലോകത്ത് മില്യൺ ട്രില്യൺ ആൾക്കാർ യൂസ് ചെയ്യുന്നതാണ് Web3 വാലറ്റ്. Web3ന്റെ പ്രത്യേകത ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. Web3 എന്ന് പറയുന്ന സമയത്താണ് സ്മാർട്ട് കോൺട്രാക്ട്, ഡീസെൻട്രലൈസേഷൻ, ബ്ലോക്ക് ചെയിൻ ഒക്കെ വരുന്നത് Web3യിലാണ്. ആ ഒരു Web3യിലെ സെക്യൂരിറ്റിയോട് കൂടിയിട്ടുള്ള വാലറ്റിലാണ് വാലറ്റ് വെച്ചിട്ട് ഈ ഒരു പ്രോഗ്രാം ഞങ്ങൾ റൺ ചെയ്യുന്നത്. ഓക്കെ, പിന്നെ ഇവിടെ നിങ്ങൾക്ക് 40% നിങ്ങൾക്ക് റഫറൽ ഇൻകം ഉണ്ടാക്കാൻ പറ്റും. അതായത് നിങ്ങൾക്ക് ഇവിടെ 40% റഫറൽ ഇൻകം ഉണ്ടാക്കാൻ പറ്റും. ഇതൊക്കെ പറഞ്ഞുതരാം. 8% ലെവലിൽ നിങ്ങൾക്ക് ഇവിടെ ഏൺ ചെയ്യാൻ പറ്റും. അപ്പൊ ഇവിടെ നിങ്ങൾക്ക് ഡൗട്ട്സ് ഉണ്ടാവും, എങ്ങനെയാണ് ഇതിന്റെ ബാക്കിയുള്ള കാര്യങ്ങൾ ഏൺ ചെയ്യാൻ പറ്റുക എന്നൊക്കെ. ഓക്കെ, 1 സെക്കൻഡ്, നെക്സ്റ്റ് സൈഡിലാണ് കാണിച്ചത്. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്നത് 6 ബോക്സുകളാണ്. ടോട്ടൽ ഇവിടെ 9 ബോക്സുകളാണ് ഉള്ളത്. ഇതിൽ നിങ്ങൾക്ക് ഇതിന്റെ കോയിൻസ് പർച്ചേസ് ചെയ്യണം. ഇവിടെ നിങ്ങൾക്ക് അൺലിമിറ്റഡ് ആയിട്ട് കോയിൻസ് പർച്ചേസ് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് എത്ര രൂപയാണോ വേണ്ടത്, അതായത് നിങ്ങൾക്കൊരു ടാർഗറ്റ് ഉണ്ടാവും, 1 ഇയർ കൊണ്ട് അല്ലെങ്കിൽ 2 ഇയർ കൊണ്ട് എനിക്കൊരു വീടില്ല, എനിക്കെൻ്റെ ഒരു വീട് വെക്കണം, അല്ലെങ്കിൽ ഒരു പ്ലോട്ട് വാങ്ങിച്ചൊരു വ്യക്തിയാണ്. അപ്പൊ ആ ഒരു 1 ഇയർ കൊണ്ട് എൻ്റെ വീട് അവിടെ ഒരു ഏകദേശം 10-30 ലക്ഷം രൂപ വരുന്ന ഒരു വീട്, എൻ്റെ സ്വപ്നമായ ഒരു 1500 സ്ക്വയർ ഫീറ്റ് എല്ലാവരും സ്വപ്നം ഭവനമായ ഒരു വീട് ഞങ്ങൾക്ക് അവിടെ വെക്കണം. അല്ലെങ്കിൽ എൻ്റെ മോൾക്ക് ഒരു 18 വയസ്സുണ്ട്, 20 വയസ്സാകുന്ന സമയത്ത് ഒരു 10 ലക്ഷം രൂപ എൻ്റെ കയ്യിൽ നിന്ന് മാത്രം എടുത്തുകൊണ്ട് ആ പെൺകുട്ടിന്റെ കല്യാണം എനിക്ക് നടത്തി കൊടുക്കാൻ പറ്റണം. അല്ലെങ്കിൽ ഏറ്റവും വലിയ ഡ്രീമാണ് ഒരു ബെൻസ്, ഒരു BMW, അല്ലെങ്കിൽ എൻ്റെ ഉപ്പന്റെ കടം, അല്ലെങ്കിൽ എൻ്റെ ഉമ്മന്റെ കടം, അല്ലെങ്കിൽ ഭർത്താവ് ഇത്രയും നാൾ ഉണ്ടാക്കിയെടുത്ത കടങ്ങൾ, അല്ലെങ്കിൽ ലൈഫ് എങ്ങനെ പോകും, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഇവിടെ പോകുന്ന ആൾക്കാരാണ്. അപ്പൊ അവര് എങ്ങനെയാണ് ഏൺ ചെയ്യാൻ പറ്റുന്നത്, അതാണ് നെക്സ്റ്റ് ഞാൻ പറയാൻ പോകുന്നത്. ഓക്കെ, ഇവിടെ ഞങ്ങൾക്ക് 1050 കോയിൻസ് ആണ് ഒരാൾക്ക് മിനിമം എടുക്കാൻ പറ്റാണ്. ഇവിടെ ഇതിന്റെ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് ഇതിന്റെ കോയിൻസ് മാർക്കറ്റിംഗ് ആണ്. അതായത് ഇവിടെ ഞങ്ങൾക്ക് മിനിമം ഒരാൾക്ക് എടുക്കാൻ പറ്റുന്ന കോയിൻ എന്ന് പറയുന്നത് 1050 കോയിൻസ് ആണ്. കോയിൻസിന്റെ കാര്യങ്ങൾ പറയുന്നതിന് മുന്നേ ഞാൻ ഒരു കാര്യം പറയാം. ഇന്ന് ലോകത്ത് മദർ കോയിൻ എന്നറിയപ്പെടുന്ന ബിറ്റ്കോയിൻ ആണ്. ബിറ്റ്കോയിൻ എന്ന് പറയുന്നത് 2008 ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി. ബിറ്റ്കോയിൻ 1 BTC, നിങ്ങൾ നോട്ട് ചെയ്യാൻ പറ്റുന്നെങ്കിൽ നോട്ട് ചെയ്യാം. BTC പ്രൈസ്, അതായത് 2010 1 BTC പ്രൈസ് ഇന്ത്യ ഇൻ INR. ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കാം, എന്തായാലും നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും. 2 രൂപ 85 പൈസ 2010 1 BTC പ്രൈസ്. അത് സ്കിപ്പ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, ടുഡേ 1 BTC പ്രൈസ് ഇന്ത്യ ഇൻ INR 1 കോടി രൂപ അല്ലെങ്കിൽ 99 ലക്ഷം രൂപ അവിടെ കാണാൻ പറ്റും. ഡെയിലി 1-2 ലക്ഷം രൂപ ഡിഫറൻറ്റ് വരുന്നുണ്ട്. അപ്പൊ 2010 2 രൂപ 85 പൈസ ഉണ്ടായിരുന്ന ബിറ്റ്കോയിന് ഇന്ന് നിലവിൽ 1 കോടി രൂപ ആയിട്ടുണ്ട്. അതാണ് ഡിജിറ്റൽ അസറ്റിന്റെ വാല്യൂ വളർച്ച. 2010 ഏകദേശം 10,000 രൂപ 20,000 രൂപ ഉണ്ടായ സ്വർണത്തിന് ഇന്ന് ഏകദേശം അതിന്റെ ഒരു 2 മടങ്ങ് ഞങ്ങൾക്ക് അതിന്റെ ഒരു 5 മടങ്ങ് ഞങ്ങൾക്ക് ലാഭം ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ട്. 20,000 രൂപന്റെ സ്വർണ്ണം എടുത്ത വ്യക്തികൾക്ക് ഇന്ന് 80,000 രൂപ സ്വർണത്തിന്. 2010 വെറും 2 രൂപ 85 പൈസ ബിറ്റ്കോയിനിൽ ഇൻവെസ്റ്റ് ചെയ്ത ഒരാളാണെങ്കിൽ ഇന്ന് അവരെ സംബന്ധിച്ച് 1 കോടി രൂപ. എന്തുകൊണ്ടാണ് ഞങ്ങളത് എടുക്കാണ്ട് നിന്നത്? അന്ന് കാലഘട്ടം വളർന്നിട്ടില്ല, ടെക്നോളജി വളർന്നിട്ടില്ല, ഞങ്ങൾക്ക് ഇതിനെക്കുറിച്ച് അറിയത്തില്ല. ഓക്കെ, ഞങ്ങൾക്ക് ഇതിനെക്കുറിച്ച് അറിയത്തില്ല, അതുകൊണ്ട് ഞങ്ങൾ എടുത്തിട്ടില്ല. അപ്പൊ ഇതേപോലെ ഞങ്ങളെ കൺമുന്നിന് കടന്നു പോയതുപോലെ ഒരുപാട് ടോക്കൺസ്, ഒരുപാട് ഡിജിറ്റൽ അസറ്റ് ഏൺ ചെയ്യാൻ പറ്റുന്ന ഇന്നൊരു ഏതൊരു സാധാരണക്കാരായ വ്യക്തികൾക്കും അവരെ ഫിനാൻഷ്യലി അനുസരിച്ച് അവർക്ക് ഏൺ ചെയ്യാൻ പറ്റുന്ന പ്ലാറ്റ്ഫോം എങ്ങനെ ഏൺ ചെയ്യാൻ പറ്റുമെന്നാണ് നെക്സ്റ്റ് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത്. ഓക്കെ, ഇവിടെ 50 USDT നിങ്ങൾക്ക് എടുത്ത് സ്റ്റാർട്ട് ചെയ്യാം. അതായത് ഒരു 5,000 രൂപക്ക് നിങ്ങൾക്ക് ഇവിടെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാം. നിങ്ങൾക്ക് ഇതിന്റെ 50 കോയിൻ എടുക്കാം. നെക്സ്റ്റ് വരുന്നത് 100 ആണ്. അപ്പൊ ടോട്ടൽ 100, രണ്ടാമത്തെ ബോക്സ് എടുക്കുന്ന 100 USDT ആണ്. അതായത് 9,200 രൂപ വരും. മൂന്നാമത്തെ വരുന്നത് 150 ആണ്. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ നിങ്ങൾക്ക് വരുന്ന എമൗണ്ട് എത്രയാന്ന് വെച്ച് കഴിഞ്ഞാല് 28,000 രൂപ വരും. 1, 2, 3 എടുക്കുക, 28,000 രൂപ വരും. നാലാമത്തത് 200 USDT ആണ്. അതായത് ഏകദേശം 18,000 രൂപ. അഞ്ചാമത് 250 ആണ്. ഏകദേശം വരുന്നത് 250-ന് 23,000 രൂപ. ആറാമത്തെ 300 ആണ്. 300ന്റെ വില 28,000 രൂപ. അങ്ങനെ 6 കോൺട്രാക്ട് ടോട്ടൽ എടുക്കാനാണെങ്കിൽ 1,050 ടോക്കൺസ് വരാൻ 1,050 USDT. അങ്ങനെയാണെങ്കിൽ 96,000 രൂപ. ഇനി ഒരു ശരാശരി ഒരു കൂലിപ്പണിക്കാരനാണ്, അവർക്ക് ചിലപ്പോൾ ഒരു 1,050 കോയിൻ എടുക്കാൻ പറ്റത്തില്ല. അങ്ങനെയാണെങ്കിൽ അതിന്റെ തൊട്ട് താഴെ നിങ്ങൾക്ക് ഓപ്ഷൻസ് ഉണ്ട്. 500 കോയിൻസ് എടുക്കാം. 500 കോയിൻസിന്റെ വാല്യൂ എന്ന് പറയുന്നത് 46,000 രൂപ. ഇനി നിങ്ങൾക്ക് അതും എടുക്കാൻ പറ്റത്തില്ലെങ്കിൽ നിങ്ങൾക്ക് 28,000-ന് 300 കോയിൻസ് എടുക്കാം. 300 കോയിൻസിന്റെ വാല്യൂ എന്ന് പറയുന്നത് 28,000 രൂപ. ഓക്കെ, നിങ്ങൾക്ക് അതും പറ്റത്തില്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ 150 കോയിൻസ് എടുക്കാം. 150 കോയിൻസിന്റെ വാല്യൂ എന്ന് പറയുന്നത് 14,000 രൂപയാണ്. നിങ്ങൾക്ക് അതും പറ്റത്തില്ലെങ്കിൽ 50 കോയിൻസ് എടുത്ത് സ്റ്റാർട്ട് ചെയ്യാം. 50 കോയിൻസിന്റെ വാല്യൂ എന്ന് പറയുന്നത് 5,000 രൂപയാണ്.
ഇത് നിങ്ങൾ എടുത്ത നെക്സ്റ്റ് ഇതിന്റെ ബെനിഫിറ്റ് എന്താണ്? പിന്നെ ഞാൻ നേരത്തെ ഗ്ലോബൽ ഷെയർ പറഞ്ഞിട്ടുണ്ട്. ഗ്ലോബൽ ഷെയർ മീൻസ് എന്താണെന്ന് വെച്ചാൽ വേൾഡ് പൂള്. നിങ്ങൾ ഒരു 1050 കോയിൻസ് എടുത്തതുപോലെ വേൾഡിൽ നിന്ന് ആരെങ്കിലും ഒരു 1050 കോയിൻസ് എടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ 101ാമത്തെ വ്യക്തിയാണെങ്കിൽ അതിന്റെ തൊട്ട് താഴത്തുള്ള 100 പേർക്കും തുല്യമായിട്ട് 16,200 രൂപ USDT ആണെങ്കിൽ 180 USDT തുല്യമായിട്ട് ഡിസ്ട്രിബ്യൂഷൻ നടക്കും. അന്ന് എത്രത്തോളം ബിസിനസ് നടന്നിട്ടുണ്ടോ അത്രയും ബിസിനസ് എന്ത് ചെയ്തിന്റെ താഴത്തുള്ള തൊട്ട് ടീമിലെ ആൾക്കാർക്ക് തുല്യമായിട്ട് ഡിസ്ട്രിബ്യൂഷൻ നടക്കും. പക്ഷെ ഗ്ലോബൽ പൂൾ പോലും സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ ഇവിടെ കാണിക്കുന്നത് ഗ്ലോബൽ പൂൾ സ്റ്റാർട്ട് ചെയ്യുന്നത് 3ാമത്തെ കോൺട്രാക്റ്റിലും 6ാമത്തെ കോൺട്രാക്റ്റിലാണ് ഗ്ലോബൽ പൂൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതായത് ഒന്നിക്കൽ നിങ്ങൾ 28,000ന്റെ 300 കോയിൻസ് എടുക്കണം. അതല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഇവിടെ 97,000 രൂപന്റെ 1050 കോയിൻസ് എടുക്കണം. ഓക്കെ, ക്ലിയർ? ഇത്രയും കാര്യങ്ങൾ ഓക്കെ ആണോ? ഈ കോയിൻ ഇനി നിങ്ങൾ ഇത് എന്തിനു വേണ്ടിയിട്ടാണ് നിങ്ങൾ ഈ കോയിൻസ് എടുക്കുന്നത്? എന്തിനു വേണ്ടി നിങ്ങൾ ഈ അതാണ് ഞാൻ നെക്സ്റ്റ് നിങ്ങളോട് പറയാൻ സ്ലൈഡ് സ്റ്റോപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഹലോ, ഞാൻ സ്ലൈഡ് സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ എന്തിനു വേണ്ടിയിട്ടാണ് നിങ്ങൾ ഈ കോയിൻസ് പർച്ചേസ് ചെയ്യുന്നത്? അതാണ് നിങ്ങൾ നെക്സ്റ്റ് ചോദ്യം ഉണ്ടാകാൻ. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു ലോകത്ത് മദർ കോയിൻ എന്നറിയപ്പെടുന്നത് ബിറ്റ്കോയിൻ ആണ്. ബിറ്റ്കോയിൻ അന്ന് ഞങ്ങൾ 2 രൂപ വീഡിയോ ഓൺ ചെയ്തിട്ടില്ലേ ഷായ? ബിറ്റ്കോയിൻ അന്ന് 2 രൂപ 85 പൈസക്ക് ഞങ്ങൾ ബിറ്റ്കോയിൻ എടുത്തതാണെങ്കിൽ ഒരു 100 രൂപക്ക് ബിറ്റ്കോയിൻ എടുത്താണെങ്കിൽ ഒരു 100 കോടിയിൽ മേലെ ആസ്തി ഞങ്ങളുടെ കയ്യിലുണ്ടാവും. അത് ഞങ്ങൾക്ക് അറിയാൻ പറ്റത്തില്ല. ഇനി ഞങ്ങൾ എന്ത് സംഭവിച്ചു? 2020 എത്തേറിയം എന്ന് പറയുന്ന കോയിൻ നമ്മുടെ കോയിനാണ്. ഞങ്ങളുടെ പ്രൊജക്റ്റിൽ ഞങ്ങളെ കോയിൻ എത്തേറിയം എന്ന് പറയുന്ന കോയിൻ, ആ കോയിന് അന്ന് സ്റ്റാർട്ട് ചെയ്തത് 2020 22 രൂപക്കാണ്. ഇന്നൊരു കോയിൻസിന്റെ പ്രൈസ് എന്ന് പറയുന്നത് 4.5 ലക്ഷം രൂപയാണ്. അങ്ങനെയാണെങ്കിൽ 100 രൂപക്ക് അന്ന് എത്തേറിയം എടുത്ത വ്യക്തികൾക്ക് ഏകദേശം ഇന്ന് 20 ലക്ഷം രൂപയിൽ മേലെ ഏൺ ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവും. 5 വർഷം കൊണ്ട്, അതായത് 5 വർഷം കൊണ്ട് 20 ലക്ഷം രൂപ ഏൺ ചെയ്യാൻ പറ്റും. 200 രൂപക്ക് എടുത്ത വ്യക്തിയാണെങ്കിൽ അവർക്ക് ഏകദേശം 40 ലക്ഷം ഏൺ ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവും. 400 രൂപക്ക് ഏൺ ചെയ്യാൻ പറ്റിയ ഒരാളാണെങ്കിൽ ഏകദേശം അവർക്ക് 80 ലക്ഷം രൂപ ഏൺ ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവും. ഇനി വെറും ഒരു 500 രൂപക്ക് 2020 ഒരു 500 രൂപക്ക് എത്രയധികം കോയിൻസ് ഏൺ ചെയ്യാൻ പറ്റിയതാണെങ്കിൽ ഇന്ന് 1 കോടി രൂപ അവരുടെ വാലറ്റിൽ ഉണ്ടാവും. എന്തുകൊണ്ടാണ് ഞങ്ങൾ എടുക്കാണ്ടുന്നത്? ഞങ്ങൾക്ക് ഇതിനെക്കുറിച്ച് അറിയത്തില്ല. ബിറ്റ്കോയിൻ 2010 ഞങ്ങളെ ഏജ് ചെറുതാണ്. ഞങ്ങളൊക്കെ ആ ഒരു ഏജിലുള്ള സമയത്ത് ആരും പറഞ്ഞിട്ടില്ല. 2020 നിങ്ങൾ എന്തുകൊണ്ട് എടുത്തിട്ടില്ല? അതൊക്കെ പോട്ടെ, 2023 ഞാൻ എടുക്കുന്ന സമയത്തും ഷായിയ മാം എടുക്കുന്ന സമയത്തും അന്ന് 90,000 രൂപക്ക് ഇതേപോലെ 1000 കോയിൻസ് ഏൺ ചെയ്യാൻ പറ്റിയ ടൈം ഉണ്ടായിരുന്നു. 1000 കോയിൻസ് ഏൺ ചെയ്യാൻ പറ്റിയപ്പോ അന്ന് 90,000 രൂപയാണ് ആയത്. 2025ന്റെ ഉള്ളിൽ അത് എന്ത് സംഭവിച്ചു? 22 ലക്ഷം രൂപ ഞങ്ങൾക്ക് അത് വിൽക്കാൻ പറ്റി. ഒരു കോയിൻസിന്റെ പ്രൈസ് 2,200 രൂപയായി. അങ്ങനെയാണ് കാൽക്കുലേഷൻ നടത്തി നോക്കുക. ഏകദേശം 22 ലക്ഷം രൂപ ആ ഒരു കോയിൻസിന് ഉണ്ടായി. അതിന്റെ റേറ്റ് താണു. ഇപ്പൊ നിലവിൽ വീണ്ടും ഒരു കോയിൻസിന്റെ പ്രൈസ് 500 രൂപയിൽ എത്തി നിൽക്കുന്നു. അങ്ങനെയാണെങ്കിൽ കൂടി 1000 കോയിൻസ് ഉള്ള വ്യക്തികൾക്ക് ഇന്നത്തെ കറന്റ് പൈസ ആണെങ്കിൽ കൂടി ഏകദേശം ഒരു 5-8 ലക്ഷം രൂപ അവർക്ക് ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ടാവും. അപ്പൊ എന്തുകൊണ്ട് 2 വർഷം മുന്നേ നിങ്ങൾ ഇത് എടുത്തിട്ടില്ല? ഇപ്പം എടുക്കണമെങ്കിൽ നിങ്ങൾക്ക് അതിന്റെ റേറ്റ് വേണം. ഇനി നിങ്ങൾക്ക് അത് കഴിഞ്ഞു 2025 ഞാൻ നെക്സ്റ്റ് നിങ്ങൾ സംസാരിക്കുന്നത് നിങ്ങൾക്ക് ഇത് ഏൺ ചെയ്യാൻ പറ്റിയ ഒരു കോയിനാണ്. ഇത് നിങ്ങൾ എങ്ങനെ ഏൺ ചെയ്യണം അതാണ് നെക്സ്റ്റ് ഞാൻ പറയാൻ പോകുന്നത്. നിങ്ങളെ ഫിനാൻഷ്യലി അനുസരിച്ചിട്ട് ചിലപ്പോൾ നിങ്ങൾ ഒരു 300 കോയിൻസോ 1050 കോയിൻസോ എടുത്തു. 1050 കോയിൻസ് നിങ്ങൾക്ക് എടുക്കാൻ പറ്റിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ആ സെക്കൻഡ് മുതൽ ഒരു അപ്ലിക്കേഷൻ ലിങ്ക് കിട്ടും. ഈ അപ്ലിക്കേഷൻ ലിങ്ക് ത്രൂ നിങ്ങൾക്ക് വേണമെങ്കിൽ, നിങ്ങളുടെ ചോയ്സ് ആണ്, ഒരിക്കലും മസ്റ്റ് അല്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ മറ്റൊരു വ്യക്തിക്ക് ഒരു 1050 കോയിൻസ് എടുത്തു കൊടുക്കുന്നതിന്റെ ഭാഗമായിട്ട് അവിടെ നിങ്ങൾക്ക് കിട്ടുന്ന വരുമാനം എന്ന് പറയുന്നത് 42,000 രൂപയാണ്. വിത്തിൻ സെക്കൻഡിലാണ് കേട്ടോ. വിത്തിൻ സെക്കൻഡിൽ 42,000 രൂപ കിട്ടും. അതായത് മായ എന്ന് പറയുന്ന വ്യക്തിക്ക് ഞാൻ 1050 കോയിൻസ് എടുത്തു തന്നു. മായ എന്ത് ചെയ്തു? മായന്റെ ഫ്രണ്ടിന് 1050 കോയിൻസ് ഇതിന്റെ സാധ്യത മനസ്സിലാക്കി എടുത്തു കൊടുത്ത്. അങ്ങനെയാണെങ്കിൽ മായക്ക് ആ സ്പോട്ടിൽ 42,000 രൂപ കിട്ടും. പ്ലസ് അത് കൂടാണ്ട് മായക്ക് എന്ത് വരുന്നുണ്ട്? ആ വ്യക്തിയിലൂടെ 262 കോയിൻസും എക്സ്ട്രാ ഫ്രീ ആയിട്ട് ഏൺ ചെയ്യാൻ പറ്റും. പക്ഷെ ഈ സെക്കൻഡ് തന്നെ ഞാൻ എന്ത് ചെയ്തു? അവിടെ ഇഷ എന്ന് പറയുന്ന ലേഡിനെ ഞാൻ 1050 കോയിൻസ് എടുത്തു കൊടുത്തു. പക്ഷെ ഇഷ എന്നോട് പറഞ്ഞൊരു കാര്യം, തഫ്സി, എനിക്ക് മറ്റൊരു വ്യക്തികൾക്ക് എടുത്തു കൊടുക്കാൻ താല്പര്യമില്ല.
അതായത് എനിക്ക് മാത്രം പൈസ കിട്ടിയാൽ മതി, ഒരാളെയും രക്ഷപ്പെടുത്തി കൊടുക്കാൻ എനിക്ക് താല്പര്യമില്ല, ഞാൻ പഠിച്ചത് എനിക്ക് മാത്രമാണ്, ഞാൻ മാത്രം രക്ഷപ്പെട്ടാൽ മതി എന്ന് ഇഷന്റെ ഒരു ഇടുങ്ങിയ മനസ്സാണ് ഞങ്ങൾക്ക് പറയാം. എക്സാമ്പിൾ മാത്രമാണ്. ഞങ്ങൾ പഠിച്ച കാര്യങ്ങളും ഞങ്ങൾക്ക് കിട്ടിയ നല്ല കാര്യങ്ങളും മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കൂല. അത് എന്റെ ഇഷ്ടം, ഞാൻ ഒന്നും ചെയ്യില്ല, ഞാൻ എന്റെ കോയിൻസ് ഏൺ ചെയ്യും, ഞാൻ അതിലൂടെ പൈസ ഉണ്ടാക്കും എന്ന് ഇഷ പറഞ്ഞു. പക്ഷെ മായ ചെയ്തത്, മായ പറഞ്ഞു എനിക്ക് എന്നെപ്പോലത്തെ പാവപ്പെട്ട വീടുകളെ രക്ഷപ്പെടുത്തി എടുക്കണം. 1 ലക്ഷം രൂപന്റെ സ്വർണ്ണങ്ങൾ ഇട്ടുകൊണ്ട് അവർക്ക് ഒരിക്കലും വീട് വെക്കാൻ പറ്റത്തില്ല. 1 ലക്ഷം രൂപ, ഒരു 95,000 രൂപയോ എന്തോ എത്ര രൂപയായിക്കോട്ടെ ഇൻവെസ്റ്റ് ചെയ്യാണ്ട് ഈ കോയിൻസ് എടുക്കാണ്ട് എനിക്കൊരു മക്കളെ കല്യാണം കഴിച്ചു കൊടുക്കാൻ പറ്റും. പക്ഷെ 2 വർഷം കൊണ്ട് എന്റെ ലൈഫിൽ ടേണിംഗ് പോയിന്റ് ഇതെന്ന് പറഞ്ഞ് മായ എന്ത് ചെയ്തു, 5 ഫ്രണ്ട്സുകളിലേക്കോ 5 നെയ്ബേഴ്സിലേക്കോ 5 ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് പരിചയപ്പെട്ട ആളുകളിലേക്കോ എവിടെയൊക്കെയുള്ള ആളുകൾ മായ 5 പേർക്ക് എടുത്തു കൊടുത്തു. ഒരാൾക്ക് എടുത്തു കൊടുക്കുന്ന സമയത്ത് അവിടെ 42,000 രൂപ കിട്ടും. രണ്ടാമത്തെ ആൾക്ക് എടുത്തു കൊടുക്കുന്ന സമയത്ത് 42,000 രൂപ കിട്ടും. ഇനി മായ എത്ര പേർക്ക് എടുത്തു കൊടുത്തു കഴിഞ്ഞാലും അവിടെ 42,000 രൂപ വിത്തിൻ സെക്കൻഡിൽ, ട്രാൻസ്പെറന്റ് ആണ്, വിത്തിൻ സെക്കൻഡിൽ മായക്ക് അവിടെ കിട്ടും 42,000 രൂപ. പക്ഷെ ഓരോ വ്യക്തിയുടെ കയ്യിൽ നിന്നും 42,000 പ്ലസ് 262 കോയിൻസ് കിട്ടും. അങ്ങനെയാണെങ്കിൽ മായ 2 വർഷത്തിനുള്ളിൽ 5 പേർക്ക് എടുത്തു കൊടുത്തു. ആ സമയത്ത് മായന്റെ വാലറ്റിലേക്ക് 2,10,000 രൂപ മായ എന്ത് ചെയ്തു, വീടിന്റെ EMI അടക്കാനുണ്ട്, മായക്ക് സ്കൂളിൽ മക്കളെ ഫീസ് അടക്കാനുണ്ട്. മായ ആ എമൗണ്ട് ഒക്കെ എന്ത് ചെയ്തു, 2,10,000 4 ലക്ഷം ഒക്കെ മായ എന്ത് ചെയ്തു, മായന്റെ വീട്ടിലെ ആവശ്യങ്ങൾക്ക് എടുത്തു. പക്ഷേ ഈ 5 പേരെ കൊണ്ടുവരുന്ന സമയത്ത്, ഇനി ഒരാളാണെങ്കിൽ അവരെ കൊണ്ടുവരുന്ന സമയത്ത് ആ വ്യക്തിയിലൂടെ കിട്ടുന്ന കോയിൻ ഉണ്ട്, എക്സ്ട്രാ കോയിൻ. 5 പേർക്ക് എടുത്തു കൊടുക്കുന്ന സമയത്ത് 1,362 എക്സ്ട്രാ കോയിൻ കിട്ടും. ഒരാളെ കയ്യിൽ നിന്ന് 262 കോയിൻസ് കിട്ടും. അപ്പൊ പ്ലസ് മായന്റെ 1,050 പ്ലസ് ഈ 5 പേരിൽ നിന്ന് 1,362, അങ്ങനെയാണെങ്കിൽ ടോട്ടലി 2,362 കോയിൻസ് മായന്റെ വാലറ്റിൽ ഉണ്ടാവും. പക്ഷേ ഒരു 2 വർഷത്തിന്റെ ഉള്ളിൽ, ഒരു 1.5 വർഷം 2 വർഷം ആകുന്ന സമയത്ത് ഇഷന്റെ കയ്യിലുണ്ട് 1,050 കോയിൻസ് ആണ്. പക്ഷെ മായന്റെ കയ്യിലുണ്ടാകാൻ 2,362 കോയിൻസ് ആണ്. പക്ഷേ നിങ്ങൾക്കൊക്കെ പ്ലാൻ തന്ന കണ്ണൂരിലെ തഫ്സീന ഫവാസിന്റെ കയ്യിൽ ഏകദേശം 10,480 കോയിൻസ് ഉണ്ട്. ഞാൻ 2 വർഷം കൊണ്ട് എന്ത് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഷായി എന്ത് ചെയ്തിട്ടുണ്ട്, 40 പേർക്ക് 1,050 കോയിൻസ് എടുത്തു കൊടുത്തു. ആ സെക്കൻഡ് തന്നെ ആ ഷായിയാക്കും തഫ്സീനാക്കും 25 ലക്ഷം രൂപ വിത്തിൻ സെക്കൻഡ് ആ സമയത്തിന് അവര് ലിക്വിഡ് മണിയായിട്ട് വാങ്ങിച്ചിട്ടുണ്ടാവും. അവരാ 25 ലക്ഷം രൂപനെ കൊണ്ട് ഒരു പ്ലോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവും. പക്ഷെ ഈ വ്യക്തിയിലൂടെ കിട്ടുന്ന 10,480 കോയിൻസ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ 2 വർഷം ആകുന്ന സമയത്ത് 2 വർഷത്തിന്റെ ഉള്ളിൽ, 1-2 വർഷത്തിന്റെ ഉള്ളിൽ ഈ ഒരു കോയിൻസിന് 1,000 രൂപ ആയാൽ പോലും ഇഷന്റെ കയ്യിൽ 1,050 കോയിൻസ് മാത്രമേ ഉള്ളൂ. ഇഷക്ക് അവിടെ കിട്ടുന്ന 10 ലക്ഷം രൂപയാണ്. മായന്റെ കയ്യിലുള്ളത് 2,362 കോയിനാണ് 5 പേർക്ക് എടുത്തു കൊടുത്തത് കൊണ്ട്. അങ്ങനെയാണെങ്കിൽ മായന്റെ കയ്യിൽ 22 ലക്ഷം രൂപയുണ്ടാവും. കണ്ണൂരുടെ തഫ്സീന ഫവാസിന്റെ കയ്യിലും ഷായിയാന്റെ കയ്യിലും 1 CR രൂപയുണ്ടാവും. കാരണം എന്താണ്, ഞങ്ങൾക്ക് കിട്ടിയ കോയിൻസ് മറ്റുള്ളവർക്ക് എടുത്തു കൊടുത്തു. എടുത്തു കൊടുക്കുന്ന സമയത്ത് അവരും രക്ഷപ്പെട്ടു, ഞങ്ങളും രക്ഷപ്പെട്ടു. ഇവിടെ ഇഷക്ക് എന്തെങ്കിലും നഷ്ടം വന്നോ? ഇഷ ഇട്ട പൈസ അതിന്റെ 10 മടങ്ങ് 10 ലക്ഷം രൂപയായിട്ട് കിട്ടി. മായ ഇട്ടതിന്റെ 20 മടങ്ങ് കിട്ടി. കാരണം മായ കൊണ്ടുവന്ന 5 വ്യക്തികൾ ആരെയും കൊണ്ടുവന്നിട്ടില്ല. അവര് സ്വന്തം ഇഷനെ പോലെ ഇടുങ്ങിയ മനസ്സുകൊണ്ട് അവര് മാത്രം കോയിൻസ് ഹോൾഡ് ചെയ്ത് പിടിച്ചു. അങ്ങനെയാണെങ്കിൽ ഈ 5 വ്യക്തികളെ കയ്യിലും എത്ര ലക്ഷം, അന്ന് കോയിൻസ് ചിലപ്പോൾ 2,000 ആണെങ്കിൽ 20 ലക്ഷം കിട്ടും. ആ സെയിം എമൗണ്ട് അവരുടെ കയ്യിലുണ്ടാവും. പക്ഷെ അങ്ങനെ 2,000 ആണെങ്കിൽ മാന്റെ കയ്യിലുള്ള വാല്യൂ എന്ന് പറയുന്നത് ഏകദേശം 44 ലക്ഷം രൂപയാണ്. 2,000 രൂപയായി കഴിഞ്ഞാൽ ഏകദേശം 10,000 കോയിനുള്ള എന്റെ കയ്യിലുള്ള വാല്യൂ 2 CR ആണ്. അപ്പൊ ഇവിടെ ഉണ്ടായ ഡിഫറൻറ്റ് ഇതാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ മറ്റുള്ള വ്യക്തികൾക്ക് എടുത്തു കൊടുക്കാം, അത് നിങ്ങളെ ചോയ്സ് ആണ്. നിങ്ങൾക്ക് നല്ല മനസ്സുണ്ടെങ്കിൽ, നിങ്ങളെ ഫ്രണ്ട്സുകളെങ്കിലും രക്ഷപ്പെടുത്തിയെടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ, നിങ്ങളൊരു നല്ല മന്തി കഴിച്ചു കഴിഞ്ഞാൽ, നല്ല ഡ്രസ്സ് ഇട്ട് കഴിഞ്ഞാൽ, എന്തെങ്കിലുമൊക്കെ നിങ്ങൾ എവിടെയെങ്കിലൊക്കെ ടൂർ നിങ്ങൾ പോയിക്കഴിഞ്ഞാൽ, എന്റർടൈൻമെന്റ് പോയിക്കഴിഞ്ഞാൽ നിങ്ങളെ ഫ്രണ്ട്സുകളോട് പറഞ്ഞു കൊടുക്കുന്ന ആൾക്കാർ, പക്ഷെ അവിടെ ഞങ്ങൾക്ക് 1 രൂപ പോലും വരുമാനം ഇല്ല, 1 രൂപ ഞങ്ങൾക്ക് ലാഭമില്ല. പക്ഷെ ഇവിടെ ഞങ്ങൾ രക്ഷപ്പെടുന്നതിന്റെ കൂടെ ആ ഫ്രണ്ട്സും രക്ഷപ്പെടും. ആ ഫ്രണ്ട് രക്ഷപ്പെടുന്നുണ്ടെങ്കിൽ അതിന്റെ ഡബിൾ ഞങ്ങളും രക്ഷപ്പെടും. അപ്പൊ ഇവിടെ അൺലിമിറ്റഡ് ആയിട്ട് രക്ഷപ്പെടാനും അൺലിമിറ്റഡ് ആയിട്ട് അങ്ങനെ തന്നെ പറയാം. നിങ്ങൾ 1 CR ആണോ, 50 ലക്ഷമാണോ, 25 ലക്ഷമാണോ, ഇനി 2 CR ആണോ 1-2 കൊല്ലം കൊണ്ട് ഉണ്ടാക്കേണ്ടതെന്ന് നിങ്ങളെ ചോയ്സ് മാത്രമാണ്. എന്ന് വെറും ഒരു 10-20 ലക്ഷം രൂപ നിങ്ങളുടെ ചോയ്സ് മാത്രമാണ്. അപ്പൊ ഇവിടെ ഗ്ലോബൽ പൂൾ എന്ന് പറയുന്നതിന്റെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞു, ഇതിന്റെ ബാക്കിയുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. ഇനി നിങ്ങളെ തീരുമാനമാണ് ഇതിങ്ങനെ എങ്ങനെ രീതിയിൽ ചെയ്യണം, എന്ത് ചെയ്യണം എന്നുള്ളത്.
ഇതാണ് ONFOG എന്ന് പറയുന്ന ആ ഒരു പ്രൊജക്ടിന്റെ 100% ഗ്യാരണ്ടിയോട് കൂടി ട്രസ്റ്റോട് കൂടി നിങ്ങൾ 1 രൂപ നഷ്ടസാധ്യത ഇല്ലാതെ നിങ്ങൾക്ക് പറ്റുന്ന ബജറ്റിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയ പ്ലാറ്റ്ഫോം. 1 രൂപ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്റെ വീട്ടിൽ വന്നിട്ട് വാങ്ങിക്കാം. 2 വർഷമായി ഞാൻ ഈ മേഖലയിൽ ഞാൻ ചെയ്യുന്നു. 2 വർഷം കൊണ്ട് 32 ലക്ഷം രൂപ ലിക്വിഡ് മണിയായിട്ട് ഞാൻ വാങ്ങിച്ച ഒരു വ്യക്തിയാണ്. അതുകൂടാണ്ട് ഏകദേശം 10,000-ൽ മേലെ കോയിൻസ് എന്റെ വീട്ടിലുണ്ട്. 2 വർഷമായിട്ട് ഒരാൾ പോലും, ഒരു പൂച്ചക്കുട്ടി പോലും എന്റെ വീട്ടിൽ കയറി വന്നിട്ടില്ല. ഇനി ഇവിടുന്ന് അങ്ങോട്ട് ഒട്ടും വരികയില്ല. അതുകൊണ്ട് തന്നെ ഇന്ന് വേൾഡ് വൈഡ് ആയിട്ട് ഏതൊരാളെ മുന്നിൽ ചങ്കുറ്റത്തോടെ പറയാനും എന്റെ വീട്ടിൽ കയറി വരാം എന്ന് എന്റെ വീടിന്റെ അഡ്രസ്സ് കൊടുത്തുകൊണ്ട് പറയാനുള്ള ആ ഒരു ചങ്കുറ്റ എനിക്കുണ്ട്. അതിത് ഒരിക്കലും നഷ്ടപ്പെട്ടു പോയില്ല എന്നുള്ള ആ ഒരു വിശ്വാസവും ട്രസ്റ്റും ഉള്ളത് കൊണ്ടാണ്. അപ്പൊ നിങ്ങൾക്ക് ഏത് രീതിയിൽ ചെയ്യണം ചെയ്യണ്ട എന്ന് നിങ്ങളെ തീരുമാനമാണ്. നിങ്ങളെ ഭർത്താവ്, നിങ്ങളെ മക്കള്, നിങ്ങളെ ഫാമിലി, നിങ്ങളെ ലാബിലിറ്റി, നിങ്ങളെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും അതിനനുസരിച്ച് എന്ത് ചെയ്യണം ചെയ്യണ്ട തീരുമാനിക്കേണ്ടത് നിങ്ങളാണ്. ഇനി ഏതെങ്കിലുമൊക്കെ രീതിയിൽ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്കാം. ഓക്കെ, ഡൗട്ട് ചോദിക്കാം. നിങ്ങൾക്കുള്ള എന്ത് ഡൗട്ട്സും ചോദിക്കാം എന്നോട്, എന്താണെങ്കിലും. അല്ല, ഇതിലിപ്പോ കൂടണമെങ്കില് ആദ്യം ഇൻവെസ്റ്റ് ചെയ്യണോ? ഇപ്പൊ അത് അങ്ങനെ പറയുന്നത് ഇത് ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ അല്ല. നിങ്ങൾക്ക് ഇതിന്റെ കോയിൻ എടുക്കണോ? ഇപ്പൊ ഫസീല സംസാരിക്കുന്ന ഫോണ് ഇൻവെസ്റ്റ്മെന്റ് ആണോ? ഫസീലയും ഞാനും സംസാരിക്കുന്ന ഫോണ് ഞങ്ങൾ ആവശ്യങ്ങൾക്ക് ഞങ്ങൾ എടുത്തു. എല്ലാ മാസവും അതിൽ എന്ത് ചെയ്തു? റീചാർജ് ചെയ്തല്ലേ. ഞങ്ങളെ വീട്ടിൽ ഫ്രിഡ്ജ് ഉണ്ട്, വാഷിംഗ് മെഷീൻ ഉണ്ട്, ഞങ്ങൾ ഇട്ടിരിക്കുന്ന ഡ്രസ്സ് ഉണ്ട്, ഞങ്ങളെ മക്കൾക്ക്, പിഞ്ചു മക്കൾക്ക് കൊടുക്കുന്ന പാല്, ബ്രെഡ്, ബിസ്ക്കറ്റ്, മുട്ട ഒക്കെ ഞങ്ങൾക്ക് ലൈഫിൽ എന്താണ് എല്ലാം പൈസ തൊട്ട് വാങ്ങിക്കാൻ പറ്റും അല്ലെ. അപ്പൊ ഞങ്ങളുടെ നാട്ടിൽ ഒരു കല്യാണം കഴിക്കണമെങ്കിൽ പോലും, ഒരു പെൺകുട്ടിന്റെ കല്യാണം കഴിക്കണം എന്റെ നാട്ടിൽ 15 ലക്ഷം രൂപ കണ്ണൂര് വേണം. അതായത് ബെഡ്റൂമിന് 5 ലക്ഷം രൂപ. ഞങ്ങൾക്ക് ഇവിടെ റൂം ഒരുക്കി കൊടുക്കലുണ്ട്, മണിയറ എന്ന് പറഞ്ഞിട്ട്. റൂമിന് 5 ലക്ഷം രൂപ. ഇന്ന് ഒരു 10 പവന് ഒരു പെൺകുട്ടിക്ക് കൊടുക്കണമെങ്കിൽ 10 ലക്ഷം രൂപ അല്ലെ, കൂലി അടക്കം വേണം. കല്യാണ ചെലവെല്ലാം അടക്കം ഏകദേശം 15 ലക്ഷം രൂപ ഞങ്ങൾക്ക് വേണം. 15-ന് മേലെയാണ്. അപ്പൊ അതുപോലെ ഇൻവെസ്റ്റ്മെന്റ് ആണ്. ഇവിടെ നിങ്ങൾക്ക് ഒരു വീടാണ് നിങ്ങളുടെ സ്വപ്നം. നിങ്ങൾക്ക് ഒന്നും ചെയ്യാണ്ട് എങ്ങനെ വീട് കിട്ടും? എങ്ങനെ നിങ്ങൾക്ക് വീട് കിട്ടും? ഒരു പെൺകുട്ടിന്റെ കല്യാണം കഴിപ്പിക്കാനുണ്ട്. 1 രൂപ അടക്കാണ്ട് എങ്ങനെ പെൺകുട്ടിന്റെ കല്യാണം കഴിപ്പിക്കാൻ പറ്റും? ഒരു ചെക്കന് ഇതാ നിങ്ങൾ എന്റെ മോളെ എടുത്തോ എന്ന് പറഞ്ഞ് കല്യാണം കഴിപ്പിക്കാൻ പറ്റോ? ഞങ്ങളെ ഭർത്താവ് ഗൾഫിലേക്ക് പോന്നു, ഫ്ലൈറ്റ് ടിക്കറ്റിനല്ല പോന്നെ അല്ലെ. അവിടെ പോയിട്ട് ജോലി ഉണ്ടോ ഇല്ലയോ എന്ന് പോലും ആർക്കും അത് 30,000 40,000 രൂപ. ഇന്നലെ എന്റെ ഉമ്മാന്റെ അനിയത്തി പോയി, 40,000 രൂപ ഫ്ലൈറ്റ് ടിക്കറ്റിന് എമൗണ്ട് പോയി. അപ്പൊ അവിടെ പോലും ഞങ്ങൾക്ക് എല്ലാം ജീവിക്കാൻ പൈസ, ഈ പൈസ ഞങ്ങൾ എങ്ങനെ ഉണ്ടാക്കും? പറ, സത്യസന്ധമായിട്ട് നെഞ്ചത്ത് കൈവച്ച് ആത്മാർത്ഥതയോട് കൂടി പറ. ലോകത്ത് ഇന്ന് ഞങ്ങൾക്ക് ഒന്നും ചെയ്യേണ്ടതെന്ന് എടുക്കാൻ പറ്റോ? വീട്ടുമുറ്റത്ത് ഒരു പ്ലാവിനെ നട്ടുപിടിപ്പിച്ച പോലെ എല്ലാ ദിവസവും വെള്ളം ഒഴിച്ചിട്ട് ഇന്ന് നമുക്ക് പൈസ പറിക്കാൻ പറ്റോ? നിങ്ങൾക്ക് ഇനി ഇത് ചെയ്യണ്ട. നിങ്ങൾ ഇത് ചെയ്യാണ്ട് നിങ്ങൾ ഈ 2 വർഷത്തിന്റെ ഉള്ളിൽ നിങ്ങളുടെ ലൈഫിൽ എല്ലാ പ്രോബ്ലംസും മാറി ഒരു വീടില്ലാത്ത ഒരാളാണെങ്കിൽ 25 ലക്ഷം രൂപന്റെ വീട് 2 വർഷം കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുമെന്ന് കോൺഫിഡന്റ് ഉണ്ടെങ്കിൽ ഒരിക്കലും ഈ ബിസിനസ് ചെയ്യണ്ട. അങ്ങനെ തന്നെ ഞാൻ പറയും. ഈ ബിസിനസ് ചെയ്യാണ്ട് നിങ്ങളെ നെഞ്ചത്ത് കൈവച്ചിട്ട് എന്നോട് സംസാരിക്കാണ്ട് നിങ്ങളൊന്ന് ഈ സൂം കഴിഞ്ഞിട്ട് കണ്ണടച്ചൊന്ന് ചിന്തിച്ച് നോക്കാം. ഞാൻ ഈ ബിസിനസ് ചെയ്യാണ്ട് എന്റെ ഭർത്താവ് ഇത്രയും നാളെ പണിയെടുക്കുന്നു, എന്തൊക്കെ ചെയ്യാൻ പറ്റി? എന്റെ ഭർത്താവിന്റെ ഏജ് എത്രയായി? ഇനി ഇവിടുന്ന് അങ്ങോട്ട് എന്തൊക്കെ ചെയ്യാൻ എന്റെ ഭർത്താവിനെ കൊണ്ട് പറ്റും? അവർക്ക് ഡെയിലി 1000 രൂപന്റെ പണിയാണ്, അവർക്ക് ഒരു വീട് വെക്കാൻ പറ്റോ? എന്റെ ബാങ്കിൽ എത്ര ലക്ഷം രൂപന്റെ കടയുണ്ട്, ഞാൻ എന്ത് ചെയ്ത് വിടാൻ പറ്റും? ഇത് ചെയ്യാണ്ട് ഒരു ആൻസർ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ പടച്ചോനെ വിചാരിച്ച് ഈ ബിസിനസ് നിങ്ങൾ ചെയ്യരുത്. പക്ഷെ നിങ്ങൾക്ക് ഒരു ചോദ്യചിഹ്നമായിട്ട് നിങ്ങളുടെ സ്വപ്നങ്ങളിലേക്ക് എത്തിപ്പിടിക്കാൻ പറ്റുന്നില്ല, നിങ്ങളുടെ ലക്ഷ്യങ്ങളും നിങ്ങളെ ബോധം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ധൈര്യമായി നിങ്ങൾ ഈ ബിസിനസ് ചെയ്യണം. ഞാൻ അങ്ങനെ നിങ്ങൾ ഇത് ചെയ്യണം. മറ്റവർക്ക് സ്കിപ്പായി പോയിട്ടുണ്ട്, അവർ വന്നിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ധൈര്യമായി ചെയ്യണം. ഞങ്ങളൊക്കെ സാധാരണ, ഞാനൊക്കെ ഈ ബിസിനസ്സിലേക്ക് വരുമ്പോൾ 15 ലക്ഷം രൂപ ലാബിലിറ്റി ഞാൻ വന്നത്. എന്റെ ഹസ്ബൻഡിന് നല്ലൊരു ബിസിനസ് ആയിരുന്നു, മാഷാ അല്ലാഹ്, നല്ല ഫിഷിന്റെ ഹോൾസെയിൽ നല്ല ബിസിനസ്. പക്ഷെ 2020 കോവിഡ് വന്ന സമയത്ത് പാർട്ട്ണർഷിപ്പ് പൊട്ടി. 15 ലക്ഷം രൂപ ലാബിലിറ്റി കടത്തിൽ വീട്ടുമുറ്റത്ത് ആൾക്കാർ വന്ന് നിൽക്കുന്ന സമയം. എനിക്കറിയാം അന്ന് ഞാൻ എടുത്ത തീരുമാനം, എന്റെ ഹസ്ബൻഡിന് ഇനി ഡെയിലി 1000 രൂപ 2000 രൂപ ജോലി എടുത്തു കഴിഞ്ഞാൽ ഈ 15 ലക്ഷം രൂപ വീട്ടണമെങ്കിൽ 5 10 15 കൊല്ലം വീട് അല്ലെ. 10 കൊല്ലം പണിയെടുത്ത് എന്റെ ഹസ്ബൻഡിന് വീട്ടാൻ പറ്റില്ല. പക്ഷെ ഞാൻ കടം വീട്ടിയത് വെറും 1 ഇയർ പോലും ആയിട്ടില്ല. 5-ാമത്തെ മാസം ഞാൻ കടം വീട്ടിയിട്ടുണ്ട്. 5-ാമത്തെ മാസം ഞാൻ കടം വീടിയിട്ടുണ്ട്. മനസ്സിലാക്കേണ്ട കാര്യമാണ്. അപ്പൊ ഇവിടെ ഞാൻ കയറി, ഞാൻ വെറുതെ പറയുന്നല്ല, എന്റെ സെൻട്രലിൽ ഞാൻ വാങ്ങിച്ചതൊക്കെ ഉണ്ട്, കാണിച്ചത്. ഇത് 5 ലക്ഷം രൂപ ഉണ്ടാവും. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? നമുക്ക് 1 സെക്കൻഡ്, ഞാൻ ഇത് ഇതാക്കിയത് കൊണ്ട് ചിലപ്പോൾ കാണാൻ പറ്റില്ല. 1 സെക്കൻഡ്.
ഇപ്പൊ ഓക്കെ ആണോ? ഇത് 5 ലക്ഷത്തിന്റെ മൊമെന്റ് ആണ്. നിങ്ങൾ ഞാൻ കാണാം, ഇത് 3-ാമത്തെ മാസം ഞാൻ വാങ്ങിച്ചതാണ്. ഇതൊരു 10 ലക്ഷത്തിന്റെ മൊമെന്റാ. ഓക്കെ, ഇതൊരു 5 ലാഖിന്റെ വേറെതാ. ഇത് 1 വർഷത്തിന്റെ ഉള്ളിൽ ഞാൻ വാങ്ങിച്ചതാ. ഇപ്പോഴുള്ളത് ഇൻഷാല്ല മാഷാല്ല അടുത്ത മാസം ആ 10 ലാഖിന്റെ മൊമെന്റ് എന്റെ കയ്യിലേക്ക് ഉണ്ടാവും. അപ്പോ ഈ ഒരു 2 വർഷത്തെ ജേണിയാണ് 30 ലക്ഷം രൂപ ലിക്വിഡ് മണിയെ ഞാൻ എടുത്തിട്ടുണ്ട്. അത് കൂടാതെ വാങ്ങിച്ചു. ഇന്ന് എന്റെ വീട്ടുമുറ്റത്ത് നിൽക്കുന്ന ഒരു വണ്ടി, ഇന്ന് ഹസ്ബൻഡിന്റെ എല്ലാ കടങ്ങളും വീടി, അത്യാവശ്യം റിങ്ങും കാര്യങ്ങളും ചെയിനും ഒക്കെ ഉണ്ട് ഇതിലൂടെ. പക്ഷെ എനിക്കറിയാം എന്റെ ഹസ്ബൻഡ് ഇനി എത്ര പണിയത് ഉണ്ടാക്കാൻ പറ്റില്ല. ഞങ്ങൾ ലേഡീസ് ആണെങ്കിൽ ചിലപ്പോൾ ഇന്ന് എത്ര ലേഡീസ് ഡ്രസ്സ് വിറ്റിട്ടും മറ്റും കളിക്കുന്നുണ്ട്. അവർക്ക് എന്തൊക്കെ തുച്ഛമായ രൂപയെ അവിടെ ജീവിക്കുന്നെങ്കിൽ മക്കൾക്ക് വേണ്ടി ഭർത്താവിന് വേണ്ടി ജീവിക്കും. വല്ല നാട്ടുകാരെ നന്നാക്കാനും കമ്പനിക്കാർ നന്നാക്കാനും ജീവിക്കരുത്. ഇന്ന് നിങ്ങൾക്ക് ഓപ്ഷൻസ് ഉണ്ട്. നിങ്ങളുടെ കയ്യിൽ ചിലപ്പോ ഒരു അരപ്പവന്റെ റിങ് ഇട്ട് കഴിഞ്ഞാലുണ്ടല്ലോ, ഇത് ഏകദേശം 3/4 പവന്റെ റിങ്ങാ. ഈ റിങ് ഇട്ട് കഴിഞ്ഞാല് 2 കൊല്ലം കഴിഞ്ഞാലും ഈ റിങ്ങിനെ കൊണ്ട് നിങ്ങളെ ബാധ്യത തീർക്കാൻ പറ്റത്തില്ല. അന്ന് ഈ റിങ് പോലും ഉണ്ടായിട്ടില്ല. അടുത്ത വീട്ടിലെ ഒരാളെ ഗോൾഡ് പണയം വെച്ച് ബിസിനസ്സിലേക്ക് വന്ന ഒരാളാണ് ഞാൻ. ഇന്ന് ഈ റിങ് പോലും വെച്ചാൽ ഇതൊരു കാപ്പവനേ ഉള്ളൂ. ഇവിടെ ഞാൻ ഇട്ടുകൊണ്ട് ഈ ഒരു പ്ലാൻ കേട്ടുകൊണ്ട് 2 കൊല്ലം കൊണ്ട് എനിക്കിത് ഡെവലപ്പ് ആവാൻ പോകുന്നില്ല. എന്റെ പ്രശ്നങ്ങൾ തീർക്കാം. പക്ഷെ ഒരു റിങ്ങോ ഒരു ചെയിനോ പണയം വെച്ച് നമ്മൾ ആത്മാർത്ഥ ഈ ബിസിനസ് ചെയ്ത് നമുക്ക് എന്തൊക്കെ നേടിയെടുക്കാൻ പറ്റും, അതൊക്കെ നിങ്ങളുടെ ചോയ്സ് മാത്രമാണ്. ഇവിടെ വരുന്നവർ ഒരു കയ്യിൽ പൈസയും ഒരു കയ്യിൽ പ്ലാനും കേൾക്കാൻ വന്നവരല്ല. അവരുടെ സ്വപ്നങ്ങൾക്ക് അനുസരിച്ച് ജീവിക്കാൻ പറ്റാത്തത് കൊണ്ട് അവര് കരഞ്ഞ് കാല് പിടിച്ച് വരുന്ന ആൾക്കാർ, ലോൺ എടുത്തിട്ടും പണ്ടം പണയം വെച്ചിട്ടും കടം വാങ്ങിച്ച് പിറ്റേ വേണ്ടി പൈസ ഉണ്ടാക്കിയിട്ടും പട്ടിണി കിടന്ന് പൈസ ഉണ്ടാക്കിയ ആൾക്ക് ഞാൻ പറയുന്നുണ്ട്, നിങ്ങൾ പട്ടിണി കിടന്നിട്ട് നിങ്ങൾ ബിസിനസ് ചെയ്യുന്ന ഞാൻ പറയുന്നുണ്ട്. എന്തുകൊണ്ടാണ്? ചിലപ്പോൾ ഞങ്ങൾക്ക് ബിരിയാണി കഴിക്കേണ്ട സ്ഥാനത്തുണ്ടല്ലോ പച്ചവെള്ളം കുടിച്ച് ചിലപ്പോൾ ഒരാഴ്ച ജീവിക്കേണ്ടി വരും. പക്ഷെ അങ്ങനെ ജീവിച്ചു കഴിഞ്ഞാൽ നാളെ മക്കൾക്കും ഞങ്ങളെ ഭർത്താവിന് ചെയ്യാൻ പറ്റാത്തത് ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഇന്ന് ഡെയിലി 1000 രൂപ വാങ്ങിക്കുന്ന ഭർത്താവിന് ഒരു മാസം 30,000 രൂപ. അങ്ങനെയാണെങ്കിൽ 20,000 രൂപ ചെലവിന് എടുത്തു കഴിഞ്ഞാൽ 10,000 രൂപ അദ്ദേഹം മാറ്റിവെച്ചു. മാറ്റിവെക്കാൻ പറ്റത്തില്ല. ഇന്ന് 20,000 രൂപ മാസം 10,000 തീരല്ലേ, 30,000 മാസം തീരും. ഒരാൾക്ക് മാസം ഒരു ഏവറേജ് ഒരു വീട്ടിലെ ചെലവ് ചെയ്യാൻ 20,000 പോരാ, എനിക്കറിയാം. പക്ഷെ എന്നാലും കൂടി ഞാൻ പറയുന്നു, നിങ്ങൾ ചെറിയ രീതിയിൽ ജീവിച്ചിട്ട് 20,000 രൂപ നിങ്ങൾ ചെലവിനെടുത്തു, 10,000 രൂപ നിങ്ങൾ മാറ്റിവെച്ചു. അങ്ങനെയാണെങ്കിൽ ഒരു വർഷം കൊണ്ട് 1,20,000 രൂപ നിങ്ങൾക്ക് സേവിങ്സ് ഉണ്ടാവും അല്ലെ. 10 കൊല്ലം നിങ്ങളെ ഭർത്താവ് പണിയെടുത്താൽ കിട്ടുന്നത് 12 ലക്ഷം രൂപയാണ്. ഈ 12 ലക്ഷം രൂപ 10 കൊല്ലം കഴിയുന്ന സമയത്ത് നിങ്ങൾ ഹസ്ബൻഡ് ചിലപ്പോൾ 40-45 വയസ്സായി, അല്ലെങ്കിൽ ഒരു 50-60 വയസ്സായി. ഒരു മോളെ കല്യാണം കഴിപ്പിക്കാൻ പറ്റോ? നിങ്ങളെ ലൈഫ് എൻജോയ് ചെയ്യാൻ പറ്റോ? ഒരു വീട് വെക്കാൻ പറ്റും? എത്ര പേര് ആൾക്കാർ വാടക വീട്ടിലുണ്ട്, എത്ര പേര് ആൾക്കാർ ബാങ്കിൽ കടങ്ങൾ കൊണ്ട് വെട്ടി വലയുന്നുണ്ട്. ഒരു ചിന്തിച്ച രീതിയിൽ മക്കളെയും കൊണ്ട് പുറത്തു എത്ര ആൾക്കാരുണ്ട്. ഞാൻ പറയും രക്ഷപ്പെടാന് ആർക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കണ്ടേ? ആർക്ക് വേണ്ടി? ഒരാളും രക്ഷപ്പെടുത്താൻ പറ്റൂല. ഭർത്താവിന്റെ വീട്ടുകാരും ഉണ്ടാവില്ല, ഞങ്ങളെ വീട്ടുകാരും ഉണ്ടാവില്ല, ഫ്രണ്ട്സുകളും നാട്ടുകാരും ഒന്നും ഉണ്ടാവില്ല. ഞങ്ങൾക്കുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഉണ്ടാവും, ഞങ്ങളെ മക്കൾക്ക് ഉണ്ടാവും. ഞാൻ പറയും ജീവിക്ക്. ഞങ്ങളും ഇങ്ങനെ ആയി, ഞങ്ങളെ മക്കൾ എന്ത് പഴിച്ചു. ബിക്കോസ് ഞാൻ എന്റെ ഉമ്മാണ്ട് ചോദിച്ചൊരു കാര്യമാണ്, ഉമ്മ നിങ്ങൾ 2010 20 പവൻ എനിക്ക് തന്നു. 20 പവന് പോലെ എന്റെ ഉമ്മ അന്ന് 2008 എന്റെ കല്യാണം, 2010 എന്റെ ഉമ്മ തരണ്ട. എന്റെ കയ്യിലുണ്ട് 20 പവന്റെ നിന്ന് ഒരു എന്റെ ഹസ്ബൻഡിന്റെ ഒരു സാലറിന്റെ ഒരു 100 രൂപ 2010 ഞാൻ മാറ്റി വെച്ചതാണെങ്കിൽ ഇന്ന് എന്റെ കയ്യിൽ കോടിക്കണക്കിന് ആസ്തിയാണ്. 2020 ഒരു 100 രൂപക്ക് ഒരു 500 രൂപക്ക് ഞാൻ എത്രയധികം വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് എന്റെ കയ്യിൽ 1 കോടി രൂപയുണ്ടാവും. ഇന്ന് എന്റെ കയ്യിൽ 1 കോടി രൂപ 500 രൂപന്റെ അത്യധികം വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ. പക്ഷെ മാഷാ അല്ലാ, മക്കളെ ഭാഗ്യങ്ങൾ കൊണ്ടോ മരണപ്പെട്ടു പോയ ഭർത്താവിന്റെ ഉപ്പാന്റെ ഭാഗ്യം കൊണ്ടോ പ്രാർത്ഥന കൊണ്ടോ 2023 ഈ ബിസിനസ് കാലെടുത്ത് വെക്കാൻ പറ്റിയിട്ടുണ്ട്. കാലെടുത്ത് വെച്ചപ്പോ ഒരാളെ കൊണ്ടും പറയിപ്പിക്കാണ്ട് ഹലാലായ രീതി, ഏത് ജാതി ആയിക്കോട്ടെ മതമായിക്കോട്ടെ, എല്ലാ ദൈവം ഒന്നാണ്. അത് ഹിന്ദു ആയാലും ക്രിസ്ത്യൻസ് ആയാലും മുസ്ലിം ആയാലും എല്ലാ ശക്തി ഒന്നാണ്. ആ ശക്തിന്റെ ബലത്തിൽ ഈ ബിസിനസ്സിൽ കാലെടുത്ത് വെക്കാൻ പറ്റി. എന്നെ കൊണ്ട് ഒരുപാട് വീടുകളിലേക്ക് വെളിച്ചമാകാൻ എനിക്ക് പറ്റി. നിങ്ങൾക്കും അങ്ങനെ വെളിച്ചമാകണമെങ്കിലും ആകാം, രക്ഷപ്പെടുത്തി എടുക്കാം. അതെല്ലാം നിങ്ങളുടെ ചോയ്സ് ആണ്. ഇതിനെന്ത് ചെയ്യണം നിങ്ങൾക്ക് മാത്രം ഹോൾഡ് ചെയ്താൽ മതിയോ. ഞാൻ ഒരു കാര്യം മാത്രം ഞാൻ പറഞ്ഞുതരാം, 100% രക്ഷപ്പെടാൻ പറ്റും. അത് 100% ഗ്യാരണ്ടി. നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എന്റെ വീട്ടിൽ കയറി വരാം, നിങ്ങൾക്ക് ഫാമിലി എന്റെ വീട്ടിൽ കയറി വരാം. അത് ഒരു ഷായിയാന്റെ വാക്കിന്റെ പുറത്തോ ചിലപ്പോൾ നിങ്ങൾ നീതിന്റെ വാക്കിന്റെ പുറത്തോ അല്ല, എന്റെ വീട്ടിൽ ട്രസ്റ്റ് ചെയ്ത് കയറി വരാൻ എന്ന് ഗ്യാരണ്ടി പറയാൻ പറ്റുന്നത് നഷ്ടപ്പെടില്ല എന്ന് ഗ്യാരണ്ടി ഉള്ളത് കൊണ്ടാണ്. ഇന്ന് മാർക്കറ്റിൽ ഒരുപാട് ഫണ്ടിങ് കമ്പനി ഉണ്ട്. എവിടെ ഫണ്ടിങ് കമ്പനി? എവിടെ? അന്ന് മുതൽ ഇന്ന് ഒരു ഫണ്ടിങ് കമ്പനി ഇടെ 5,000 രൂപ ഇട്ട് ഡെയിലി 100 രൂപ തരാം, 1 ലക്ഷം രൂപ ഡെയിലി 1000 രൂപ. എവിടെ കമ്പനി? ഒരു കമ്പനിന്റെ പൊടി പോലും കാണാനില്ല.
വീണ്ടും വീണ്ടും വരുന്നു, മലയാളികൾ വീണ്ടും വിട്ടു. ഇവിടെ അങ്ങനെ ഡെയിലി കിട്ടുന്ന സിസ്റ്റം അല്ല. ഗ്ലോബൽ പൂൾ ഉണ്ട്, അത് ബിസിനസിനെ ഡിപ്പെൻഡ് ചെയ്യും. ഡെയിലി ചിലപ്പോൾ 10 ആയിരിക്കാം, 100 രൂപയായിരിക്കും, 200 രൂപയായിരിക്കും, 500 രൂപ, ചിലപ്പോൾ 5 രൂപയായിരിക്കാം. അത് മറ്റുള്ളവർ പണിയെടുക്കുന്നതിന്റെ വിയർപ്പ്. ഇവിടെ പച്ചയായിട്ട് സത്യസന്ധമായിട്ട് ഒരാൾക്ക് രക്ഷപ്പെടാൻ പറ്റുന്ന പ്ലാറ്റ്ഫോം. അപ്പൊ ഇവിടെ എന്ത് ചെയ്യണമെന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാം. മിനിമം 300 കോയിൻസ് എടുക്കാം, നിങ്ങൾക്ക് എടുക്കാം. അതൊക്കെ നിങ്ങളെ ചോയ്സ് ആണ്. നിങ്ങൾക്ക് എത്രയാണോ ലാബിലിറ്റി, നിങ്ങൾക്കൊരു വീടില്ല, അതിനനുസരിച്ച് നിങ്ങൾ ഇത് ചെയ്തിട്ടില്ല, നിങ്ങൾ എന്ത് ചെയ്താൽ നിങ്ങൾക്ക് രക്ഷപ്പെടാൻ പറ്റും? നിങ്ങൾ ചിന്തിച്ച് നോക്കിക്കേ. നിങ്ങളൊരു ജോബിൽ ഒരു ലേഡി ഒരു ഷോപ്പിൽ ജോലി എടുത്താൽ കിട്ടുന്ന ഒരു മാസം 9,000 8,000 രൂപയാണ് അല്ലെ? 8,000 രൂപ. ഒരു സ്കൂളിലെ ടീച്ചേഴ്സിന് LKG UKG പഠിക്കുന്ന ടീച്ചർക്ക് കിട്ടുന്നത് വെറും തുച്ഛമായ 7,000 രൂപയാണ്. രക്ഷപ്പെടാൻ പറ്റുമോ? ഒരു കൊല്ലം കൊണ്ട് കിട്ടാൻ എന്താ കിട്ടാ? ഒരു കൊല്ലം കൊണ്ട് എന്താ കിട്ടാ? ഒരു 80,000 രൂപ. ഒരു കൊല്ലം കൊണ്ട് പണിയെടുത്താൽ കിട്ടാ 8,000 രൂപയുള്ളവർക്ക്. ഇവിടെ നിങ്ങൾ ഇത് ചെയ്തു, നിങ്ങൾക്ക് എടുത്തിട്ട് നിങ്ങൾക്ക് താല്പര്യം, നിങ്ങൾക്ക് ഏതെങ്കിലും അറിയുന്ന ആളുകൾക്ക് നിങ്ങൾക്ക് നല്ല മനസ്സുണ്ടെങ്കിൽ അങ്ങനെ എടുത്തു കൊടുക്കുന്നുണ്ടെങ്കിൽ അതിന്റെ പാരിതോഷികമായിട്ട് 42,000 രൂപയും 262 കോയിനും വരും. ഇതിൽ ഏറ്റവും നിങ്ങൾക്ക് നോക്കിക്കാണേണ്ട ഇതിന്റെ പവർഫുൾ ആയിട്ട് ഇതിന്റെ കോയിൻസ് ആണ്. ഈ കോയിൻസിന് 1,000 രൂപ ആയാൽ പോലും ഒരു 22 ലക്ഷം രൂപ കിട്ടിയില്ലേ? അത് എങ്ങനെ ചിന്തിക്കണം നിങ്ങളെ ചോയ്സ് ആണ്, ഏത് രീതിയിൽ. എന്തായാലും ഒരു ഗ്യാരണ്ടി ഞാൻ പറയാം, 100% രക്ഷപ്പെടാൻ പറ്റും. നിങ്ങൾക്ക് ഏതെങ്കിലും രീതിയിൽ ഡൗട്ടിന് ചോദിക്കാം.